ഡോക്ടർ ഹൗസ് ഹി? ബ്രെയിനും സ്പൈനൽ കോഡിനുമാണ് ഇഞ്ചുറി. ഇറ്റ്സ് എ കേസ് ഓഫ് സെറിബ്രൽ ബ്ലീഡിംഗ്. ഡോക്ടർക്ക് അറിയാലോ. പേഷ്യന്റിന്റെ സംസാരശേഷിയും ചലനശേഷിയും തിരിച്ചു കിട്ടാൻ ടൈം എടുക്കും. എനിവേ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എനിവേ സീ യു ഡോക്ടർ. ഓക്കേ. എന്താ ഡോക്ടർ ഇപ്പോ ചെയ്യാ? ഒരു 48 hours കഴിയട്ടെ, എന്നാലേ എന്തെങ്കിലും. ഹലോ, என்னாச்சு? ஜீவன் எங்க? அவருக்கு என்னாச்சு? நான் பார்க்கணும் ப்ளீஸ். ബഹളം വെക്കല്ലേ? ஏன் எதுவுமே யாருமே என்கிட்ட சொல்லல? என்ன கூட்டிட்டு போங்க. പേടിക്കാനൊന്നുമില്ല. சலிமனா ப்ளீஸ். அவரை பார்க்கணும். ஜீவன் எங்க? நான் பார்க்கணும் அவரை. ப்ளீஸ். நான் பார்க்கணும். ഡോക്ടർ തമര റിലാക്സ്. டாக்டர் ப்ளீஸ் டாக்டர். நான் பார்க்கணும். ஒரே ஒரு தடவை பார்த்துக்கிறேன் டாக்டர். நடக்கு. கண்ணல காட்ட சொல்லுங்க ஜீவன். റിലാക്സ്. പേടിക്കണ്ട കേട്ടോ. ഓപ്പറേഷൻ കഴിഞ്ഞു, ഐസിയുലേക്ക് മാറ്റും. അപ്പൊ കാണാം നമുക്ക്. പേടിക്കാനൊന്നുമില്ല. കരയല്ലേ? കരയാതെ. ஜீவன், கண்ணை திறந்து பாரு ஜீவன். நான் வந்திருக்கேன் ஜீவன். ഇവിടെ ഇങ്ങനെ ശബ്ദം വെക്കാൻ പാടില്ല. ഇത് ഐസിയു ആണ്. കുട്ടി പുറത്തേക്ക് വരൂ. ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം. പുറത്തേക്ക് വരൂ. വരൂ. പാരുങ്ക ജീവൻ. സലിംക, നാളെ ഫ്രൈഡേ അല്ലേ? ഞാൻ നിന്നോളാം അവിടെ. അത് ശരിയാ. കുറേ ദിവസമായി ഡ്യൂട്ടിക്ക് പോയിട്ട്. ഇനി 2 ദിവസം രാവും പകലൊന്ന് ആഞ്ഞു പിടിച്ചാലേ കാര്യങ്ങളൊക്കെ ഒന്ന് മുമ്പോട്ട് പോവുള്ളൂ. ഒരു കാര്യം ചെയ്യ്, നീയും വാ. മോന് മര്യാദയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക്. കുറേ ദിവസമായാലും ഇവിടെ ഇരിക്കണോ? വേണ്ട സലീമണ്ണ, വാ, എന്തേലും ഉണ്ടെ കുമാർ വിളിച്ചോളും. അതെ, വാ ചാച്ചി. വാ വാ വാ.
അസ്സലാമലൈക്കും. വാലിക്കും അസ്സലാം. ചായപ്പൊടി മാവൊക്കെ എടുത്ത് വെച്ചിട്ടില്ലേ? ഉണ്ട്. ഒന്ന് രണ്ട് സാധനം കൂടെ നോക്കാനുണ്ട്. ശരി. Assalamu alaikum. वालेकुम सलाम. Remove your hijab. रिमूव. What's your name? तामरा. Adofia? Yeah. Give me your pataka. Thal. Come. Thal. ഞാനിവിടെ അബുദാബിയിലെ താമസം. കമ്പനിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ചൈനയിലേക്ക് പോയിരിക്കുകയായിരുന്നു. ഇന്നലെ തിരിച്ചു വന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഓ അല്ല, ഇവിടം കൊണ്ട് വല്ല രക്ഷയുണ്ടോ? ഇങ്ങനൊരവസ്ഥയിൽ ഇവിടെ ഇങ്ങനെ കിടത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ നാട്ടിലാവുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ട്രീറ്റ്മെന്റ് ചീപ്പായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ആയുർവേദത്തിലും എന്തെങ്കിലും ഓപ്ഷൻസ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓഫ് കോഴ്സ്. മാത്രമല്ല, എത്ര ദിവസം എന്ന് വെച്ചാൽ നമ്മൾ ഈ ജോലി ബിസിനസ് ഒക്കെ കളഞ്ഞ് ഇവിടെ വന്നിരിക്കുക. നാട്ടിലാകുമ്പോ എല്ലാറ്റിനും ആളുകൾ ഉണ്ടാകുമല്ലോ. എന്റെ അഭിപ്രായത്തിൽ ഇമ്മീഡിയറ്റ് അവൈലബിൾ ഫ്ലൈറ്റ്. വൈ നോട്ട്? വേറെ പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഫ്ലൈറ്റ് അവൈലബിൾ ആണെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. വെൽക്കം. അപ്പോ സതീഷ്, ഒട്ടും വൈകിക്കണ്ട, ഇപ്പൊ തന്നെ കാര്യങ്ങൾ നീക്കി. ശരി. ഞാൻ ജീവന്റെ അമ്മാവനാ. ഇത് ജീവന്റെ കസിൻ. ഞാൻ കുമാർ, ജീവന്റെ ഫ്രണ്ടാ. അതെ, കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു. ഇന്ന് തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നാ ഞങ്ങളുടെ തീരുമാനം. അല്ല, അതിപ്പോ പെട്ടെന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ. അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ കിടത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. സതീഷ്, നീ ആ എയർപോർട്ടിലെത്താനുള്ള ആംബുലൻസിന്റെ കാര്യം സംസാരിക്കുക. പെട്ടെന്ന് ആയിക്കോട്ടെ. ഞാൻ അപ്പോഴേക്കും നാട്ടിലേക്ക് വിളിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഏർപ്പാട് ചെയ്യട്ടെ കേട്ടോ. ഞാനൊന്ന് പോയിട്ട് വരാം. 9:00 ഫ്ലൈറ്റ് എങ്കിൽ ഒരു 6:30 റിപ്പോർട്ട് ചെയ്യണേ. ചെല്ലു.